ഈ ശിവൻകുട്ടി ഇവിടെ വികസനങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങേരൊന്നും കൊണ്ടൊന്നും വന്നിട്ടില്ല. വോട്ട് കൂടുതൽ കിട്ടുന്ന ആള് ജയിക്കും. അല്ല, നമ്മുടെ ഈ ഭരണം നല്ല ഭരണമാണല്ലോ ഇപ്പൊ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശിവൻകുട്ടി ഭരണമെന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം അതല്ല. സോ മോസ്റ്റ് പ്രോബബ്ലി നല്ല ഫൈറ്റ് ആയിരിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ശിവൻകുട്ടി സാർ വന്നാൽ മാത്രമേ ഇവിടെ വികസനം നടക്കുകയുള്ളൂ. എന്നിട്ടും അയാളെ അടുത്ത് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതിന്റെ ദുരൂഹത എന്താണെന്ന് അറിയില്ല. കൊണ്ട് ഒന്നിനും കൊള്ളാത്ത ആളാണ്. പിന്നെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ഈ പെൻഷനൊക്കെ ഇപ്പൊ കൂട്ടി ഓരോ ഇതൊക്കെ വെക്കുന്നില്ലേ? ഇലക്ഷൻ ആയതുകൊണ്ട് നാളെ ഇനി ഇവര് കൊടുക്കോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിണറായിയല്ലേ ഇരിക്കണത്. പിണറായി ഇരിക്കുന്നിടത്തോളം കാലം നാട് നശിച്ചു. BJP തന്നെ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം ഈ ഇപ്പം MLA അല്ലെങ്കിൽ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി വികസനം അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് പറയാൻ പറ്റില്ല. കാരണം അയാൾ സഭയ്ക്കകത്ത് തന്നെ എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കിയതും അത് വളരെ മോശപ്പെട്ട ഒരു രീതിയാണ് അയാളിൽ നിന്ന് നമ്മൾ കണ്ടത് തന്നെ. പക്ഷെ ഇനി അത് വെച്ചിട്ട് നല്ല കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഒട്ടും ശരിയാവുന്ന കാര്യമല്ല. അങ്ങനെ ആ സഭയ്ക്കുള്ളിൽ, നിയമസഭയ്ക്കുള്ളിൽ അയാൾ അന്ന് ഒരു അഴിഞ്ഞാട്ടമാണ് നടത്തിയത്. അത് നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. എന്നിട്ടും അയാളെ അടുത്ത് വിദ്യാഭ്യാസ മന്ത്രിയാക്കിയതിൻ്റെ ദുരൂഹത എന്താണെന്ന് അറിയില്ല. കൊണ്ട് ഒന്നിനും കൊള്ളാത്ത ആളാണ്. പക്ഷെ ഇപ്പം ഞങ്ങളുടെ ഈ വാർഡിൽ തന്നെ BJP വന്നതിന് ശേഷമാണ് ഈ പാവങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാനായിട്ട് പറ്റിയതും ഒക്കെ ആയിട്ട്. നേമത്ത് വിജയ സാധ്യത സാധാരണ നമുക്ക് പറയാൻ പോലെ പറയാമല്ലോ. നേമത്ത് ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ നേമത്താർക്ക് വോട്ട് കൂടുതൽ കിട്ടുന്ന ആള് ജയിക്കും. അല്ലേ, വോട്ട് കൂടുതൽ കിട്ടുന്ന ആള് ജയിക്കും. അല്ല, ആർക്കാണ് വോട്ട് കൂടുതൽ കിട്ടുക? അത് വോട്ടെടുന്ന ജനങ്ങളല്ലേ. രാജീവ് ചന്ദ്രശേഖറുണ്ട്, അതുപോലെ തന്നെ ശിവൻകുട്ടി മത്സരിക്കുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരാണെന്നായിട്ടില്ല. അതും കൂടെ പറ്റേ എന്നിട്ട് കറക്റ്റ് കോൺഗ്രസിന്റെ ശബരിനാഥ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശബരിനാഥ് ആണെങ്കിൽ നല്ല കടുത്ത മത്സരം നടക്കുന്നതാണ്. അത്രയല്ലേ പറയാം. പിന്നെ പ്രോത്സാഹനം കൊടുക്കുമ്പോൾ ഈ പെൻഷനൊക്കെ ഇപ്പൊ കൂട്ടി ഓരോ ഇതൊക്കെ വെക്കുന്നില്ലേ? ഇലക്ഷൻ ആയതുകൊണ്ട് നാളെ ഇനി ഇവര് കൊടുക്കോ ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ BJP കേന്ദ്രത്തിൽ അധികാരം ഉള്ളതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം വരുമോ? വരണം. അവർ വന്നാലേ നമുക്ക് എന്തെങ്കിലും ഒരു ഇതുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് തോന്നുന്നത്. BJP എന്നാണ് തോന്നുന്നത്. എനിക്ക് പാർട്ടി ഇല്ല മനസ്സിലായി. മൊത്തത്തിൽ BJP വന്നു കഴിഞ്ഞാലാണ് എന്നാണ് അഭിപ്രായം. നമുക്കതാണ് നമ്മുടെ ആഗ്രഹം. അത് തന്നെയാണ്. ശക്തമായ ത്രികോണ മത്സരമാണ് നേമം മണ്ഡലത്തിൽ നടക്കുന്നത്. ശിവൻകുട്ടി സീറ്റ് നിലനിർത്തുമോ അതോ BJP പിടിക്കുമോ? ഈ ശിവൻകുട്ടി സാർ നിലനിർത്തണം. ഒരിക്കൽ BJPയുടെ കയ്യിൽ പോയ മണ്ഡലമാണ്. അപ്പോൾ എന്തായാലും ഇത്തവണ BJP തിരിച്ചു പിടിക്കുന്നുള്ള വളരെ പ്രതീക്ഷ. ലോക്സഭയിലൂടെ ഒരു ലീഡ് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മേൽക്കൈ ആവർത്തിക്കില്ല എന്നും അദ്ദേഹം തന്നെ നിലനിർത്തുമെന്നാണോ ചേട്ടൻ പറയുന്നത്? അത് ശിവൻകുട്ടി സാർ വന്നാൽ മാത്രമേ ഇവിടെ വികസനം നടക്കുകയുള്ളൂ. ശിവൻകുട്ടി സീറ്റ് നിലനിർത്തുമോ അതോ BJP പിടിക്കുമോ? ഇവർക്ക് രണ്ടുപേർക്കും ബദലായിട്ട് അടുത്തൊരാൾ വരുന്നതാണ് ഏറ്റവും നല്ലത്. മൂന്നാമതൊരാൾ വരുമെന്നാണോ? മൂന്നാമതൊരാൾ വരണം. അത് കോൺഗ്രസ് ആയിരിക്കും എന്നാണോ? കോൺഗ്രസ് ആയി വരണം. അപ്പോൾ പക്ഷേ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഇതുവരെ തീരുമാനമായിട്ടില്ല. പിന്നെ എങ്ങനെ നമുക്ക് എങ്ങനെ കോൺഗ്രസ് ഇന്ന ആളാണെന്ന് പറയാൻ പറ്റും? അല്ല, നമ്മുടെ ഈ ഭരണം നല്ല ഭരണമാണല്ലോ ഇപ്പൊ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ശിവൻകുട്ടി ഭരണമെന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഞങ്ങളുടെ ആഗ്രഹം അതല്ല. ശിവൻകുട്ടി സർക്കാർ ഇവിടുന്ന് പോകുന്നതാണോ? LDF സർക്കാർ പോണം. ഇല്ലെങ്കിൽ പിന്നെ രക്ഷയില്ലല്ലോ. നേമത്ത് പൊതുവേ BJPക്ക് നല്ലൊരു മുന്നേറ്റമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ MP ഇലക്ഷനും ചന്ദ്രശേഖരന് നല്ല ഒരു ഇതുണ്ടായിരുന്നു. സോ മോസ്റ്റ് പ്രോബബ്ലി നല്ല ഫൈറ്റ് ആയിരിക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശിവൻകുട്ടി MLA ആയിരുന്ന ശിവൻകുട്ടി എന്തെങ്കിലും അതുണ്ടാവും. നല്ല ഫൈറ്റ് ആയിരിക്കും, നോ ഡൗട്ട്. ബട്ട് ശബരിനാഥനും നല്ല ഫൈറ്റ് ആയിരിക്കും. പക്ഷേ പുള്ളിയുടെ ആ MP സ്ഥാനത്തിന് നിന്ന് ആ ഒരു ഇതുകൊണ്ട് പുള്ളിക്ക് നിയമത്തെ നല്ലപോലെ അറിയാം. പിന്നെ നിയമം ഇതിനു മുമ്പ് ഒരു BJP വന്നിട്ടുണ്ട്, രാജഗോപാൽ. അത് കഴിഞ്ഞാണ് അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ കോർപ്പറേഷൻ ഇലക്ഷന് നിയമത്തിലുള്ള വാർഡുകളിലെല്ലാം BJPക്ക് നല്ലൊരു ഇതുണ്ടായിരുന്നു. ജയിക്കും. രാജീവ് ചന്ദ്രശേഖരേ ജയിക്കുള്ളൂ. ഈ ശിവൻകുട്ടി ഇവിടെ വികസനങ്ങളും കാര്യങ്ങളും എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? അങ്ങേരൊന്നും കൊണ്ടൊന്നും വന്നിട്ടില്ല. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ ആള് മിടുക്കനാണ്.
നേരെ ജയിച്ചാൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. മാറ്റം വരണം. വർഷങ്ങളായിട്ട് ഈ LDF പിണറായിയല്ലേ ഇരിക്കണത്. പിണറായി ഇരിക്കണിടത്തോളം കാലം നാട് നശിച്ചു പോവുകയുള്ളൂ. സത്യമായിട്ടും നാട് നശിച്ചു പോവുക. അയാൾ എന്തിനാണ് ചെയ്യണത്? അയാൾക്ക് തൊഴുത്തിന് 30 ലക്ഷം, അയാൾക്ക് വിദേശത്ത് പോകാൻ 1 കോടി രൂപ. ഇതൊക്കെ എന്തിനാ അയാളെ കയ്യിൽ നിന്നാ നാട്ടുകാരെ ഒന്ന് പിരിച്ചു കൊടുക്കണത്? ഞാൻ പറയാൻ വയ്യ, എനിക്ക് ദേഷ്യം വരും. ഞാൻ വല്ലതൊക്കെ പറയും. ഈ മാറ്റം വരണമെങ്കിൽ, വികസനവും മാറ്റവും വരണമെങ്കിൽ ബി ജെ പി എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ ആള് നല്ല ആളാണ്. ആള് നല്ല മിടുക്കനാണ് എന്നാണ് എൻ്റെ അറിവ്. എനിക്ക് വയസ്സ് 75 ആയപ്പോൾ ഈ ശബരിമല വിഷയമൊക്കെ അറിയാമല്ലോ. അറിയാം. ഈ പിണറായി വിജയൻ സർക്കാർ നിന്നപ്പോഴാണ് ഈ പ്രശ്നം അത്രയും വന്നത്. ഇപ്പോഴും അവർ തന്നെയാണ് പിന്താങ്ങുന്നത്. അവർ തന്നെയാണ് ശിവൻകുട്ടിയും പിണറായി വിജയനും ഒക്കെ തന്നെ പിന്താങ്ങുന്നത്. അതെല്ലാം ഈ ഇലക്ഷനെ ബാധിക്കും. ബാധിക്കാതിരിക്കില്ല. BJP വരണം.